സാധാരണയായി കുറച്ചധികം ഭാഗങ്ങൾ നമുക്ക് സ്ക്രീൻഷോട്ടിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ ആദ്യം ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കും, എന്നിട്ട് സ്ക്രോൾ ചെയ്തിട്ട് അടുത്ത ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കും. ഇങ്ങനെ 3-4 സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിനകത്ത് നമുക്ക് ആവശ്യമായ ഭാഗങ്ങൾ ഒറ്റ സ്ക്രീൻഷോട്ടായി, അതായത് നീളത്തിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ഓപ്ഷൻ തന്നെ ഫോണിനകത്തുണ്ട്. ഇതിനായിട്ട് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാൻ ഈ പറയുന്ന ഓപ്ഷൻ പഴയ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ലഭ്യമല്ല. ആൻഡ്രോയിഡ് 12 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പുതിയ ഫോണുകളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതായത് 2021 ശേഷം വാങ്ങിയ ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. കൈകൊണ്ട് സ്വൈപ്പ് ചെയ്തിട്ടായാലും ബട്ടണുകൾ ഉപയോഗിച്ചിട്ടായാലും നിങ്ങൾ ഏത് തരത്തിൽ സ്ക്രീൻഷോട്ട് എടുത്താലും ഈ ഒരു ഓപ്ഷൻ സ്ക്രീനിൽ ലഭിക്കുന്നതാണ്. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഞാൻ വെബ്സൈറ്റിൻ്റെതാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ പേജ് എനിക്ക് അല്പം കൂടി താഴെ കൂടി സ്ക്രീൻഷോട്ടിൽ ഉൾപ്പെടുത്തണമെങ്കിൽ, അതിപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേയിൽ അയച്ച എമൗണ്ടിൻ്റെതായാലും മെസ്സേജ് ആയാലും എന്തായാലും അല്പം കൂടി താഴേക്ക് കൂടി സ്ക്രീൻഷോട്ടിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഏത് മാർഗത്തിലൂടെയും എടുക്കുക. അപ്പോൾ സ്ക്രീൻഷോട്ടിൻ്റെ പ്രിവ്യൂ കാണിക്കുന്നതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കാണാൻ സാധിക്കുന്നതാണ്. അത് സാംസങ് ഫോണൊക്കെ ആണെങ്കിൽ ക്യാപ്ചർ മോർ എന്നാണ് കാണിക്കുക. ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ ഓപ്ഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ മോർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ആ വെബ്സൈറ്റിൻ്റെ പേജ് വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ക്രോളായി പോവുകയാണ്. നമുക്കിത് മാനുവലി സ്ക്രോൾ ചെയ്യാൻ പറ്റും. ചില ഫോണിൽ മാനുവലി മാത്രമാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഭാഗം വരെയാണ് സ്ക്രീൻഷോട്ട് വേണ്ടത് അതുവരെ നിങ്ങൾ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോകുക. എന്നിട്ട് ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത മുഴുവനായിട്ടുള്ള ഒരു നീളമുള്ള സ്ക്രീൻഷോട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ എളുപ്പമാണ്. ആ കാര്യങ്ങളൊക്കെ ഒറ്റ സ്ക്രീൻഷോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ഷെയർ ചെയ്യാനും സേവ് ചെയ്ത് സൂക്ഷിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. പിന്നെ വാട്സപ്പ്, മെസ്സഞ്ചർ, മെസ്സേജ് പോലെയുള്ളവയൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത്തരത്തിൽ വാട്സപ്പൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും താഴത്താണ് പേജ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഏത് മുതലാണ് സ്ക്രീൻഷോട്ട് വേണ്ടത് അത് ആദ്യം സ്ക്രോൾ ചെയ്തിട്ട് കറക്റ്റ് അവിടെ കൊണ്ടുവെക്കണം. എന്നിട്ട് വേണം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രോൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതുവരെ സ്ക്രീൻഷോട്ട് വേണം അത് സ്ക്രോൾ ചെയ്ത് നമുക്ക് വേണ്ട ഭാഗം സെലക്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.